അമ്മമ്മേ, അമ്മമ്മേന്റെ പെൻഷൻ വന്നല്ലേ, 1,500 റുപ്യ കടം തരുമോ? ഇപ്രാവശ്യം ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ല. മറ്റന്നാ എന്റെ സാലറി വരും, അപ്പൊ ഞാൻ തിരിച്ചു തരാട്ടോ. 5 മണിക്കല്ലേ അമ്പലം തുറക്കുള്ളൂ, അത് എനിക്കറിയാം. അത് നീ പറഞ്ഞൊന്നും വേണ്ട. അയ്യോ അമ്മമ്മേ, അമ്പലം തുറക്കണതല്ല, 5,000 റുപ്യ എനിക്ക് കടം തരുമോ? അങ്ങനെയൊന്നും അല്ല പറയണ്ട. വൈകിട്ട് ഇങ്ങോട്ട് മാറിക്കോ, ഞാൻ പറയാം. അമ്മമ്മേ, 5,000 രൂപ ഞങ്ങൾക്ക് കടം തരുമോ? ബൈജുവേട്ടന്റെ സാലറി വന്നാൽ തിരിച്ചു തരും. കടയിലോ? ഞാനോ? ഈ വയസ്സാം കാലത്ത് എനിക്ക് കടയിലൊന്നും പോവാൻ എനിക്ക് വയ്യ. ഓ എന്റെ അമ്മമ്മേ, കടയിൽ പോവാനല്ല, 5,000 രൂപ കടം തരുമോ? കുടം ഞാൻ എടുത്തിട്ടുണ്ട്, അതാർക്കും തരില്ല. ഓ, ഈ അമ്മമ്മക്ക് ചെവി കേക്കില്ല, നീ ഇട് മാറിയേ. നാരായണ 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 നാരായണ. അതെ, നമുക്കൊന്ന് ഉച്ചക്ക് സിനിമയ്ക്ക് പോയാലോ? അപ്പൊ അമ്മമ്മയോ? അമ്മമ്മ ഇപ്പൊ ഉറങ്ങണ സമയാ, നമുക്ക് മിണ്ടണ്ട, നമുക്ക് വേഗം പോയിട്ട് വരാം. എന്നാ ഞാൻ വേഗം റെഡി ആവട്ടെ. അപ്പൊ പോയാലോ? വീട്ടു വണ്ടി പോവാ, മറ്റേ മോഹൻലാലിന്റെ സിനിമയല്ലേ, എനിക്കും കാണണം. അമ്മമ്മ, ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ഇവിടെ മാറ് കൊച്ചേ. കൊച്ചുമോനെ, വണ്ടി വിടടാ. അല്ലെങ്കിൽ അമ്മമ്മക്ക് വെടി വിട്ടിട്ട് ചെവി വെക്കില്ല. അപ്പൊ സിനിമയുടെ കാര്യം കറക്റ്റ് കേട്ടു. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ ആട്ടമാടാനറിയാതെ